ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. വയനാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് പുരോഗമിക്കുന്നു. 9 സംസ്ഥാനങ്ങളിലെ 30 മണ്ഡലങ്ങളും വിധിയെഴുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്നെന്ന സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മലപ്പുറത്ത് പരാതി നൽകാനെത്തിയ വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള നടപടി ഹൈക്കോടതി റദ്ദാക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്, ചേലക്കര മണ്ഡലങ്ങളിൽ പോളിംഗ് പുരോഗമിക്കുന്നു. രാവിലെ ആരംഭിച്ച വോട്ടെടുപ്പ് 6 മണിവരെ തുടരും. ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. വോട്ടിംഗ് സമയം പകുതി പിന്നിടുമ്പോൾ ചേലക്കര മണ്ഡലത്തിൽ 29.36% പോളിംഗ് രേഖപ്പെടുത്തി. 180 പോളിംഗ് ബൂത്തുകളാണ് ചേലക്കര മണ്ഡലത്തിലുള്ളത്. ചേലക്കരയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ് ചേരുന്നു. ഭരിത, വോട്ടിംഗ് ഉച്ചയോടടുക്കുകയാണ്. ചേലക്കരയിൽ എങ്ങനെയാണ് ജനങ്ങളുടെ ഇതുവരെയുള്ള പങ്കാളിത്തം? ചേലക്കര മണ്ഡലത്തിൽ വോട്ടിംഗ് നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചു വരികയാണ്. രാവിലെ ഒരു 7 മണിയോടെ തന്നെ വലിയൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നില്ല എങ്കിൽ തന്നെയും ഇപ്പോൾ ആളുകൾ കൂടുതലായി വോട്ട് രേഖപ്പെടുത്തുന്നതിനായി അതാത് ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അവസാനം നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം പ്രകാരം 36.08% ആയി പോളിംഗ് ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ 31 ബൂത്തിലെയും പാമ്പാടി 116 ബൂത്തിലെയും വോട്ടിംഗ് മെഷീനിൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അതെല്ലാം പരിഹരിച്ച് ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. വോട്ടിംഗ് നടക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവിടെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഒപ്പം കേന്ദ്രസേനയെയും വിന്യസിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ തന്നെ സ്ഥാനാർത്ഥികളായ NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ പാമ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് 7 മണിയോടെ തന്നെ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി നമ്പർ 25-ാം ബൂത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൊണ്ടയൂരിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മുന്നേറുന്നതെന്നാണ് ഓരോ മുന്നണി സ്ഥാനാർത്ഥികളും ഇവിടെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഉച്ചയോടെ അടുക്കുമ്പോൾ ഇനിയും പോളിംഗ് ഉയരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരി, നന്ദി ഭരിത. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ ആവേശത്തോടെ പങ്കാളികളാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിച്ചു. യുവ വോട്ടർമാരെയും ആദ്യമായി വോട്ട് ചെയ്യുന്നവരെയും അഭിനന്ദിക്കുന്നതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് സുഗമമായി മുന്നോട്ടു പോകുകയാണ്. ഇതുവരെ 27.04% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം 20-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ഗൃഹസമ്പർക്കങ്ങൾ നടത്തി ഓരോ വോട്ടറെയും കണ്ട് വോട്ടുറപ്പിക്കാനാണ് സ്ഥാനാർത്ഥികളുടെ ശ്രമം. മണ്ഡലത്തിൽ ഉൾപ്പെട്ട കൽപ്പാത്തിയിൽ ഇന്ന് 1-ാം തേരുത്സവ ദിനമായതിനാൽ സ്ഥാനാർത്ഥികൾ അവിടെയെത്തി വോട്ടർമാരെ നേരിൽ കാണും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിലും ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. 43 മണ്ഡലങ്ങളിലാണ് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വൈകിട്ട് 5 വരെയാണ് പോളിംഗ്. 11 മണിവരെ 28% പേർ വോട്ട് രേഖപ്പെടുത്തി. 31 മണ്ഡലങ്ങളിലെ 950 പ്രശ്നബാധിത ബൂത്തുകളിൽ വൈകിട്ട് 4-ന് വോട്ടെടുപ്പ് സമാപിക്കും. മഹാരാഷ്ട്രയിൽ ഈ മാസം 20-ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് റാലികളുമായി സജീവമാണ്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും നന്ദേഡ് ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2-ാം ഘട്ട വോട്ടെടുപ്പും ഈ മാസം 20-നാണ്. കേരളത്തിനു പുറമെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 9 സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കർണാടകയിലെ 3-ഉം ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, മേഘാലയ എന്നിവിടങ്ങളിൽ ഓരോയിടത്തും, ബീഹാറിൽ 4-ഉം അസമിൽ 5-ഉം രാജസ്ഥാൻ, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ 6-ഉം മധ്യപ്രദേശിലെ 2 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലായിടത്തും ഈ മാസം 23-നാണ് വോട്ടെണ്ണൽ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിക്കുന്നു. മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, ദേശീയതലത്തിൽ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് വയനാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് എങ്ങനെ മുന്നോട്ട് പോകുന്നു? വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. പോളിംഗ് ആരംഭിച്ച് 5 മണിക്കൂർ പിന്നിടുമ്പോൾ 35% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ 33-ഉം തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ 32-ഉം കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ 32-ഉം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 33%, നിലമ്പൂരിൽ 33%, ഏറനാട്, വണ്ടൂർ എന്നിവിടങ്ങളിൽ 36% പോളിംഗുമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ വളരെ മന്ദഗതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഉച്ചയോടുകൂടി തന്നെ പോളിംഗ് ശതമാനം ഉയർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത്. ഇതിനായി പോളിംഗ് സ്റ്റേഷനിലേക്ക് പരമാവധി ആളുകളെ എത്തിക്കാനുള്ള
ശ്രമങ്ങൾ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടക്കുന്നുണ്ട്. നിലവിൽ 1354 ബൂത്തുകളാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ നമുക്കറിയാം ഉരുൾപൊട്ടൽ ഉണ്ടായ ചൂരൽമലയിൽ ഇത്തവണ വിപുലമായ സംവിധാനങ്ങളാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത്. അവരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം ഇപ്പോൾ ബത്തേരിയിൽ പുരോഗമിക്കുകയാണ്. എൻഡിഎ സ്ഥാനാർത്ഥി നവ്യ ഹർദാസും എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയും ഇപ്പോൾ ചൂരൽമലയിലാണ് ഉള്ളത്. ശരി അരുൺ, നന്ദി. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ഉള്ള ശ്രമം സംബന്ധിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം. 2 ആഴ്ചയ്ക്കകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മലപ്പുറത്ത് പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച പൊന്നാനി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കേസ് അന്വേഷണത്തിന് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും ഡിവൈഎസ്പിയും അന്നത്തെ എസ്പിയും പീഡിപ്പിച്ചുവെന്നാണ് വീട്ടമ്മ ആരോപിച്ചത്. ഇതിനെതിരെ ആരോപണ വിധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതിനെ തുടർന്നാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് 1-ാം തേരുത്സവം. രഥപ്രയാണങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് രഥാരോഹണം നടക്കും. കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെയും പരിവാര ദേവതകളുടെയും തേരുകളാണ് 1-ാം തേര് ദിവസമായ ഇന്ന് അഗ്രഹാര വീഥികളിലെത്തുക. വെള്ളിയാഴ്ചയാണ് ദേവരഥ സംഗമം. തിരക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ അന്തരിച്ച മുൻ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ MT പത്മയുടെ ഭൌതികദേഹം ഇന്ന് ഉച്ചയോടെ കോഴിക്കോടെത്തും. തുടർന്ന് DCC ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെയാണ് സംസ്കാരം. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് മുംബൈയിലായിരുന്നു അന്ത്യം. 1991 മുതൽ 95 വരെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ ഫിഷറീസ്, ഗ്രാമവികസന, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയായിരുന്നു. ശിശുദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ കുട്ടികളുടെ ഹരിത സഭകൾ സംഘടിപ്പിക്കുന്നു. ജില്ലയിലെ 41 കേന്ദ്രങ്ങളിൽ തിരഞ്ഞെടുത്ത 150 മുതൽ 200 വരെ കുട്ടികളെയാണ് ഹരിത സഭയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P. ജഗന്നിവാസൻ. പുതുതലമുറയ്ക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ച് ശാസ്ത്രീയ അവബോധം ലഭിക്കുന്നതിനും നവകേരളത്തിന് പുതിയ ആശയങ്ങൾ സംഭാവന ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് അവസരം സൃഷ്ടിക്കുന്ന വേദിയാണ് കുട്ടികളുടെ ഹരിതസഭ. ഹരിതസഭയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ സ്കൂളിലെയും പരിസരങ്ങളിലെയും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ വിലയിരുത്തി ഓഡിറ്റ് ചെയ്യും. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, കില, കുടുംബശ്രീ എന്നിവയുടെയും സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഹരിതസഭ സംഘടിപ്പിക്കുന്നതിന് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആത്മകഥയിലേതെന്ന തരത്തിൽ പുറത്തുവരുന്ന പരാമർശങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് CPIM നേതാവ് EP ജയരാജൻ. പുസ്തകത്തിന്റെ കവർ ചിത്രം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ EP പറയുന്നതേ വിശ്വസിക്കാൻ കഴിയൂവെന്ന് മന്ത്രി VN വാസവൻ. താൻ ഇങ്ങനൊരു പുസ്തകം എഴുതി കൊടുത്തിട്ടില്ല എന്നും പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും EP പറയുമ്പോൾ അതുമാത്രമേ വിശ്വസിക്കാൻ സാധിക്കൂ. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഈ വാർത്ത വന്നതിന് പിന്നിലും ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ശബരിമല തീർത്ഥാടകർക്ക് എരുമേലി ചെറിയമ്പലത്തിന് സമീപം പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തുന്നതിനായി സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നടപ്പാക്കുന്ന എരുമേലി വാഹന പാർക്കിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി K. രാജൻ നിർവഹിക്കും. ഇന്ന് വൈകുന്നേരം 5-ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ അധ്യക്ഷത വഹിക്കും. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഇന്ത്യയുടെ 3-ാം ട്വന്റി മത്സരം ഇന്ന്. ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:30-നാണ് മത്സരം. 4 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമ പാര് സ്ഥാപിച്ച പ്രദേശങ്ങളിൽ കടലിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കൽ പദ്ധതിക്ക് തുടക്കം. വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഫിഷറീസ് വികസന ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുറ്റകൃത്യത്തിൽ പ്രതിയോ ശിക്ഷിക്കപ്പെട്ടവരോ ആയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വ്യക്തികളുടെ വീടുകൾ പൊളിക്കാനുള്ള നടപടി ഭരണകൂടം കൈക്കൊള്ളാൻ പാടില്ലെന്ന് സുപ്രീംകോടതി. ഇത്തരം നടപടികൾ നിയമവാഴ്ചയ്ക്ക് വിരുദ്ധമാണെന്ന് നിരീക്ഷിച്ച കോടതി ഒരു വ്യക്തിയുടെ കുറ്റം ജുഡീഷ്യറിയാണ് പ്രഖ്യാപിക്കേണ്ടതെന്നും വ്യക്തമാക്കി. വസ്തുവകകൾ പൊളിക്കുന്നതിനു മുമ്പ് അധികാരികൾ പാലിക്കേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും കോടതി പുറപ്പെടുവിച്ചു.
കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ 1000 ലക്ഷം ടൺ ഭക്ഷ്യധാന്യം രാജ്യത്തെമ്പാടും വിതരണം ചെയ്യാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സാധിച്ചതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്ര. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ 15ാമത് അഖിലേന്ത്യാ അന്താരാഷ്ട്ര സാംസ്കാരിക മത്സരം കോവളം ആർട്സ് ആന്റ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേരള റീജിയന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 2 ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടി നാളെ സമാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ ദർഭംഗ സന്ദർശിച്ചു. 12,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു. ദർഭംഗയിൽ 1260 കോടി രൂപ മുതൽ മുടക്കിൽ സ്ഥാപിക്കുന്ന എയിംസിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. 6800 കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വിവിധ റോഡ്, റെയിൽ വികസന പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ടെസ്ല സിഇഒ എലോൺ മസ്കിന്റെയും ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയുടെയും നേതൃത്വത്തിൽ പുതിയ കാര്യക്ഷമതാ വകുപ്പ് സ്ഥാപിക്കുമെന്ന് നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉപദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും പ്രസ്തുത വകുപ്പ് നൽകുമെന്ന് ട്രംപ് അറിയിച്ചു. ക്രിസ്റ്റി നോമിനെ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സൂസി വൈൽസ് വൈറ്റ് ഹൌസ് ചീഫ് ഓഫ് സ്റ്റാഫ് ആയി സേവനമനുഷ്ഠിക്കും. ഇതാദ്യമായാണ് ഒരു വനിത ഈ സ്ഥാനം വഹിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടന അനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി നിർമ്മിക്കുന്ന സ്വാമി ചാറ്റ്ബോട്ട് എന്ന AI അസിസ്റ്റന്റിന്റെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനാവരണം ചെയ്തു. സ്മാർട്ട് ഫോൺ ഇന്റർഫേസിലൂടെ ആക്സസ് ചെയ്യാവുന്ന സ്വാമി ചാറ്റ്ബോട്ട് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളിൽ ലഭ്യമാകും. നട തുറപ്പ്, പൂജാസമയം തുടങ്ങിയ ക്ഷേത്രകാര്യങ്ങളും വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും ഭക്തർക്ക് ഇതിലൂടെ അറിയാനാകും. ചരിത്രപ്രസിദ്ധമായ കോഴിക്കോട് തളി മഹാദേവ ക്ഷേത്രത്തിലെ രേവതി പട്ടത്താനം ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ ശാസ്ത്ര സദസ്സ് നടന്നു. കൂടല്ലൂർ നമ്പൂതിരിപ്പാട് നിശ്ചയിച്ച വേദപണ്ഡിതൻ നീലകണ്ഠൻ നമ്പൂതിരിക്ക് വാതിൽമാടത്തിൽ വെച്ച് ആചാരപ്രകാരം പണക്കിഴി നൽകി സാമൂതിരി രാജാവ് KC ഉണ്ണി അനുജൻ രാജ ആദരിച്ചു. മികച്ച സാഹിത്യകാരനുള്ള മനോരമ തമ്പുരാട്ടി പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ RK ദാമോദരന് നൽകി ആദരിച്ചു. ഹൂബ്ലി കോട്ടയം ശബരിമല സ്പെഷ്യൽ സർവീസ് പ്രഖ്യാപിച്ച റെയിൽവേ. ഹൂബ്ലിയിൽ നിന്നും കോട്ടയത്തേക്ക് നവംബർ 19 മുതലും കോട്ടയത്ത് നിന്ന് ഹൂബ്ലിയിലേക്ക് നവംബർ 20 മുതലും സർവീസ് തുടങ്ങും. ആകെ 18 സർവീസുകളാണ് നടത്തുക. മുൻപ് കോട്ടയം റൂട്ടിൽ ബംഗളൂരു കൊച്ചുവേളി സ്പെഷ്യൽ ട്രെയിനും പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ശബരിമല സീസണിൽ 30ഓളം സ്പെഷ്യൽ ട്രെയിനുകളാണ് സർവീസ് നടത്തിയത്. അടുത്ത മാസം 13 മുതൽ 20 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വൈകുന്നേരം 3-ന് നടക്കുന്ന യോഗം സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രിമാരായ V ശിവൻകുട്ടി, GR അനിൽ തുടങ്ങിയവരും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നൈജീരിയ, ബ്രസീൽ, ഗയാന സന്ദർശനം ഈ മാസം 16-ന് ആരംഭിക്കും. പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബുവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ നൈജീരിയ സന്ദർശനം. 7 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിലെത്തുന്നത്. നവംബർ 18, 19 തീയതികളിൽ നടക്കുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബ്രസീലിലെ റിയോ ഡി ജനീറോയിലേക്ക് പോകും. തുടർന്ന് അദ്ദേഹം ഗയാനയും സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി S ജയശങ്കർ സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി സൌദി വിദേശകാര്യമന്ത്രി ഇന്നലെയാണ് ഡൽഹിയിലെത്തിയത്. സൌദി അറേബ്യയുടെ ഏറ്റവും വലിയ 2ാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. DRDOയുടെ ദീർഘദൂര ഗതിനിയന്ത്രിത ഭൂതല മിസൈലിന്റെ ആദ്യ പരീക്ഷണം ഒഡീഷയിലെ ചാന്ദിപ്പൂരിൽ നടന്നു. പരീക്ഷണം വിജയകരമായിരുന്നതായി DRDO അറിയിച്ചു. ആദ്യ പരീക്ഷണം വിജയിച്ചതിൽ DRDOയെയും സായുധ സേനയെയും ബഹിരാകാശ മേഖലയിലെ വിദഗ്ധരെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് പുരോഗമിക്കുന്നു. 9 സംസ്ഥാനങ്ങളിലെ 30 മണ്ഡലങ്ങളും വിധിയെഴുതുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുന്നു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ശ്രമം നടന്ന സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 3-അംഗ സമിതിയെ നിയോഗിച്ചു. മലപ്പുറത്ത് പരാതി നൽകാനെത്തിയ വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള നടപടി ഹൈക്കോടതി റദ്ദാക്കി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.